അടുത്തത് പ്രഭാഷണത്തിനായി ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AI അബ്ദുൽ മജീദ് സലാഹി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയനായ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ജനറൽ സെക്രട്ടറി PP ഉണ്ണിയൻകുട്ടി മൗലവി, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സുഹൃത്തുക്കളെ, നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ അനന്യമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയ കേരള നദുവത്തുൽ മുജാഹിദീൻ ഭീകരതയ്ക്കും ആത്മീയ തീവ്രതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ സംസ്ഥാനത്തുടനീളം കാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സെമിനാർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മുസ്ലിം ലോകത്തിൻ്റെ വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിൽ കുറച്ചു നേരം സംസാരിക്കണമെന്നാണ് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഭീകരതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന് മതമോ നിറമോ ജാതിയോ ഇല്ല എന്ന് ഏവരും അംഗീകരിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്നു. പക്ഷെ ഭീകരത നമ്മുടെ എല്ലാം സ്വാസ്ഥ്യവും സമാധാനവും കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ ഏറ്റവും നിർഭയത്വത്തോടുകൂടി കടന്നു ചെല്ലുന്ന ഇടങ്ങളാണ് ദൈവികമായ ഭവനങ്ങൾ. ആ ദിവ്യ ഭവനത്തിലേക്ക് പോലും നിർഭയത്വത്തോടുകൂടി കടന്നു ചെല്ലാൻ കഴിയാത്ത ദുരന്തപൂർണമായൊരു സാഹചര്യത്തെയാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 പള്ളികൾ ഏറ്റവും പ്രധാനമാണ്. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം, 2 മദീനയിലെ മസ്ജിദുൻ നബവി, 3 ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളുടെയും ചരിത്രവും ആ പള്ളികൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കയ്യേറ്റ ശ്രമങ്ങളും അവിടെ വിശ്വാസികളെ ഭയപ്പെടുത്താൻ നോക്കുന്ന കിരാതമായ ചെയ്തികളും തെല്ലെങ്കിലും ഒരു മുസൽമാനെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. 10 ദിവസങ്ങൾക്ക് മുമ്പ് മക്കയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് യമനിൽ നിന്ന് ഷിയ വിഭാഗമായ ഹൂസികൾ മിസൈൽ തൊടുത്തുവിട്ടു. ദൈവിക അനുഗ്രഹത്താൽ സൗദി അറേബ്യയും സഖ്യസേനയും ആ മിസൈലിനെ പകുതി വഴിയിൽ വെച്ച് നിർവീര്യമാക്കി. അതെങ്ങാനും മസ്ജിദുൽ ഹറാമിൽ പതിച്ചിരുന്നുവെങ്കിൽ വിശ്വാസി ലക്ഷങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ചെറിയ ഒരു ക്രെയിൻ ദുരന്തമുണ്ടായപ്പോഴേക്കും 100 കണക്കിന് മനുഷ്യർ മരിച്ച വേദനാജനകമായ വാർത്ത നാം മറന്നിട്ടില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഅബാലയം പ്രദക്ഷിണം ചെയ്യാനും ഇഅ്തികാഫിന് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടിയുമൊക്കെ എത്തുന്ന വിശ്വാസി ലക്ഷങ്ങളെ ഭയപ്പെടുത്തി
പിറകോട്ട് മാറ്റുക എന്നുള്ള തന്ത്രമാണ് ഈ മിസൈൽ ആക്രമണത്തിന്റെ പിന്നിൽ എന്ന് മുസ്ലിം ലോകം തിരിച്ചറിയേണ്ടതുണ്ട്. കഅബാലയത്തിന് നേരെ ചരിത്രത്തിലെമ്പാടും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാം ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. പ്രവാചകൻ ജനിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള വർഷം കഅബാലയം തകർക്കുന്നതിന് വേണ്ടി യമനിൽ നിന്ന് അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ആനപ്പടയാളികളുമായി കടന്നു വന്നു. അദ്ദേഹത്തിന് കഅബാലയത്തോട് വല്ലാത്ത ഒരു ദേഷ്യം. ലോകത്തെ മനുഷ്യരെല്ലാം തന്നെ കഅബാലയം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മക്കയിലേക്ക് കടന്നു വരുന്നത്. ആ തീർത്ഥാടകരെ യമനിൽ ഒരു ദേവാലയം പണിതുകൊണ്ട് അവിടേക്ക് ആകർഷിക്കുവാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. ദേഷ്യം മൂത്ത അബ്രഹത്ത് ആനകളുമായിട്ട് മക്കയിലേക്ക് ചെല്ലുകയാണ് കഅബാലയം തകർക്കുന്നതിന് വേണ്ടി. ആ സന്ദർഭത്തിലാണ് പ്രവാചകന്റെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബ് ഇന്നലിൽ ബൈത്തി റബ്ബൻ യഹ്മി, ഈ കഅബാലയത്തിനൊരു നാഥനുണ്ട്, ആ നാഥൻ ഈ കഅബാലയത്തെ സംരക്ഷിച്ചുകൊള്ളും, ഞാൻ എൻ്റെ ഒട്ടകങ്ങളുമായി പോവുകയാണ് എന്ന പ്രസിദ്ധമായ വാക്കു പറഞ്ഞതെന്ന് ചരിത്രത്തിൽ കാണാം. അബ്രഹത്തും ആനപ്പടയാളികളും കഅബാലയം തകർക്കാൻ വന്നപ്പോൾ ദൈവികമായ ഇടപെടലുണ്ടായി. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ നിന്റെ നാഥൻ കൈകാര്യം ചെയ്തത് എങ്ങനെ നീ കണ്ടോ, നീ മനസ്സിലാക്കിയോ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു പിഴവിലാക്കി പാഴാക്കി കളഞ്ഞു. വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, കൂട്ടം കൂട്ടമായി ചുട്ടുപഴുത്ത കളിമൺ കല്ലുകൾ കൊണ്ട് പക്ഷികളെ അയച്ചുകൊണ്ട് അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ്. ഈ അബ്രഹത്തുൽ ഹബശി എന്ന് പറയുന്ന എക്കാലത്തെയും ക്രൂരനായ മനുഷ്യന്റെ പിൻഗാമികളാണോ ഈ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് മസ്ജിദുൽ ഹറാമിന് നേരെ മിസൈൽ പായിച്ചത് എന്ന് ഞാനും നിങ്ങളും സംശയിക്കുന്നു. ഹിജ്റ 73 അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ കാലഘട്ടത്തിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫും സംഘവും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ പിടികൂടുവാൻ വേണ്ടി മക്കയിലേക്ക് വരുന്നു. അവരുടെ ലക്ഷ്യം അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ അധികാരം തെറിപ്പിക്കുക എന്നതായിരുന്നു. മദീനയിൽ നിന്ന് മക്കയിൽ അഭയം തേടി അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ തെരഞ്ഞു വന്ന ഹജ്ജാജും കൂട്ടരും കഅബാലയത്തെ ആക്രമിച്ചു. കഅബാലയത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു. ഹിജ്റ 317 കറാമിത്തികൾ എന്ന് പറയുന്ന ഒരു ക്രൂര വിഭാഗം ദുഷ്ടന്മാർ കഅബാലയം തകർക്കാൻ വേണ്ടി വന്നു. അവർ മുസ്ലിം ലോകത്തോട് ചെയ്ത ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല. 30,000 മനുഷ്യരെ അറുകൊല നടത്തിക്കൊണ്ടാണ് കറാമത്തികൾ കഅബാലയത്തിന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചത്. കഅബയുടെ കിസ്വകീറി സൈന്യത്തിന് വിതരണം ചെയ്യുകയായിരുന്നു. സംസം കിണർ മലിനമാക്കുവാനും അതിന്റെ ചുറ്റുപാടുകൾ കേടുവരുത്തുവാനും അവർ അഹങ്കാരം കാണിച്ചു. ഹജറുൽ വസ്വദ് എടുത്തുമാറ്റി അടിച്ചുമാറ്റി. ഇങ്ങനെ മുസ്ലിം ലോകത്തോട് ഏറ്റവും നിന്ദ്യമായ നികൃഷ്ടമായ ക്രൂരതകൾ കാണിച്ച വിഭാഗമാണ് കറാമിത്തികൾ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. 1979 ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ 2 മനുഷ്യർ എഴുന്നേറ്റ് നിന്നുകൊണ്ട്
വിശ്വാസികളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, സൗദി അറേബ്യ പോകുന്നത് ശരിയല്ല, ഞങ്ങളൊരു പുതിയ ഇസ്ലാമിക രാഷ്ട്രം പ്രഖ്യാപിക്കാൻ പോകുകയാണ്, ഒരു ഖിലാഫത്ത് പ്രഖ്യാപിക്കാൻ പോകുന്നു, നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന മഹദിയാണ് ഞാൻ എന്നായിരുന്നു ഒരുത്തൻ പറഞ്ഞത്. അങ്ങനെ ആയുധധാരികളായ നൂറുകണക്കിന് വിഘടനവാദികൾ ഹറമിലേക്ക് ഇരച്ചു കയറുകയും ഹറമിനെ അധീനപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സൗദി അറേബ്യയും സഖ്യസേനയും വളരെ നേരത്തെ പരിശ്രമത്തിന്റെ ഫലമായി ഹറമിനെ വിമോചിപ്പിച്ചു. അങ്ങനെ പല കാലഘട്ടങ്ങളിലും കഅബാലയത്തിന് നേരെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹജ്ജ് വേളകളിലുണ്ടായ കൃത്രിമമായ തിരക്കുകൾ, ഈ തിക്കിലും തിരക്കിലും പെട്ട് അനവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പല തിക്കും തിരക്കുകളും കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്നും ഇറാനിൽ നിന്നുള്ള ഹാജിമാരാണ് അതിന് മുൻകൈയെടുത്തതെന്നും അവരാണ് അതിന്റെ മുന്നിൽ നിന്നവരെന്നും പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഇറാൻ ഹജ്ജ് കരാറിൽ ഒപ്പിട്ടിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ഓരോ മുസ്ലിമും അന്വേഷിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇറാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കൃത്യമായൊരു സ്ഥലം ഞങ്ങൾ പറയുന്നിടത്ത് തരണം, ഞങ്ങൾ പ്രകടനം നടത്തും, ഞങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലേ ഞങ്ങൾ പോവുകയുള്ളൂ. സൗദി അറേബ്യ പറഞ്ഞു, ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾക്കും മറ്റു ജനാധിപത്യ രാജ്യങ്ങൾക്കും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി താമസിക്കുന്ന രാജ്യങ്ങൾക്കുമൊക്കെ നിയമങ്ങളുണ്ട്. ആ നിയമത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ഈ രാജ്യത്തിന്റെ നിയമമാണ്. ഓരോ ഭൂഖണ്ഡങ്ങളിലുള്ള ആള് ഇന്ന സ്ഥലത്താണ് നിലകൊള്ളേണ്ടത്. അറഫയിൽ, മിനയിൽ ഈ പറയുന്ന സ്ഥലത്ത് നിൽക്കാൻ കഴിയാത്തവർക്ക് ഹജ്ജ് കരാറിൽ ഒപ്പിടാൻ കഴിയില്ല എന്ന് സൗദി അറേബ്യ പറഞ്ഞു. അതിന്റെ ഫലമായി ഇറാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ഞാൻ പറയുന്നത്, മുസ്ലിം ലോകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഛിദ്രതയും ശത്രുതയും വളർത്തുന്നതിന് വേണ്ടി കാലങ്ങളായി ഷിയാ വിഭാഗം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനമായി കഅബാലയത്തിന് നേരെ മിസൈൽ പായിപ്പിച്ച വിഭാഗത്തെ കുറിച്ച് മുസ്ലിം ലോകം അറിയേണ്ടതുണ്ട്. ഷിയാ വിഭാഗം പല വിഭാഗങ്ങളുണ്ട്. ഉഗ്രവാദികളുണ്ട്, അതിലെ തീവ്രവാദികളുണ്ട്. അലി റളിയല്ലാഹു അൻഹു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗം വരെയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് തെറ്റിപ്പോയതാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് കൊടുക്കേണ്ട വഹിയാണ് മുഹമ്മദ് നബിക്ക് കൊടുത്തത് എന്ന് പോലും വിശ്വസിക്കുന്ന തീവ്ര വിഭാഗങ്ങൾ ഷിയാക്കളിലുണ്ട്. ആ ഷിയാ വിഭാഗത്തിലെ താരതമ്യേനെ മൃദുലം എന്ന് പറയാറുള്ള ഒരു വിഭാഗമാണ് സൈദിയാക്കള്. ആയിരക്കണക്കിന് വർഷങ്ങള് യമൻ ഭരിച്ചത് ഈ സൈദി വിഭാഗങ്ങളായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ സൈദി വിഭാഗങ്ങളിൽ നിന്ന് അടർന്നുപോയ മറ്റൊരു വിഭാഗമാണ് ജാറൂദിയ. ആ ജാറൂദിയ വിഭാഗത്തിൽ നിന്നുള്ള ഗറില്ല ഗ്രൂപ്പാണ് ഹൂസികൾ എന്ന് പറയുന്നത്. ഈ ഗറില്ല ഗ്രൂപ്പിന് ബൗദ്ധികമായ മുഴുവൻ സഹായവും നൽകിയത്, ഭൗതികമായ സഹായം നൽകിയത്, ആയുധവും പണവും നൽകിയത്, അവർക്ക് ആശയങ്ങൾ നൽകിയത് ഇറാനായിരുന്നു. അതുപോലെ ഇന്നും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഗറില്ല ഗ്രൂപ്പുകൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഹൂസി ഭടന്മാർ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നത് ലുബ്നാനിലെ ഹിസ്ബുള്ളയിൽ നിന്നും ഇറാനിലെ തീവ്ര വിഭാഗങ്ങളിൽ നിന്നുമാണ്. അവരാണ് സൗദി അറേബ്യയുടെ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത്. നിരന്തരമായി കൊണ്ട് സൗദി അറേബ്യയെ ശല്യപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. കാരണം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്നത് 2 ഹറമുകൾ അധീനപ്പെടുത്തുക എന്നതാണ്. മക്കയും മദീനയും അധീനപ്പെടുത്തുക. ശത്രുക്കളുടെ കൈകളിൽ നിന്ന്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശത്രുക്കളുടെ കൈകളിൽ നിന്ന്, താഗൂത്തിന്റെ കൈകളിൽ നിന്ന് ഈ ഹറമിനെ വിമോചിപ്പിക്കുക എന്നാണ് ഷിയാ തീവ്രവാദികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പല കാലഘട്ടങ്ങളിലും അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവർക്കതിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിൽ ഛിദ്രതയുണ്ടാകുക, ഭിന്നതയുണ്ടാക്കുക എന്ന ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ്
ഷിയകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു സത്യമാണ്. മാത്രമല്ല, മൂന്നാമത്തെ പള്ളിയായ മസ്ജിദുൽ അഖ്സ, ആരാണ് ഈ മസ്ജിദുൽ അഖ്സയിൽ വിശ്വാസികളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജൂതന്മാരാണ്. നിങ്ങൾക്കറിയുമോ, ലോകത്തിന്റെ ഏതെങ്കിലും ദിക്കിൽ നിന്ന് ഒരുത്തൻ മസ്ജിദുൽ അഖ്സ കാണുവാനും അവിടെയൊന്ന് നമസ്കരിക്കുവാനും പോകുന്നുണ്ടെങ്കിൽ അവന് ജൂത പടയാളികളുടെ കൃത്യമായ നിരീക്ഷണത്തിലും ചെക്കിങ്ങിനും ശേഷമല്ലാതെ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. ഇങ്ങനെ മസ്ജിദുൽ അഖ്സയെ മലിനമാക്കുകയും ലോകത്തെ മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവരാണ് ജൂതർ. പക്ഷേ ആ ജൂതരും ഷിയാക്കളും തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധത്തെക്കുറിച്ച് മുസ്ലിം ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും, ഇറാനിലെ ടെഹ്റാൻ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്ത് 30% സുന്നി മുസ്ലിങ്ങളുണ്ട്, അഥവാ ഷിയാക്കളല്ലാത്ത മുസ്ലിങ്ങളുണ്ട്. ആ 30% വരുന്ന സുന്നി മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കുവാൻ ഒരൊറ്റ പള്ളി പോലും ഉണ്ടാക്കുവാൻ അവിടുത്തെ ഷിയ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. എന്നാൽ 1% വരുന്ന ജൂതർ, ആ ജൂതർക്ക് 25 സെനഗോഗുകളാണ് ടെഹ്റാനിലുള്ളത് എന്ന് നിങ്ങൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. എവിടെയാണ് ഷിയാക്കളും ജൂതരും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, അബ്ദുല്ലാഹ് ഇബ്നു സബഈ എന്ന് പറയുന്ന യമൻകാരനായ ജൂതനിറ്റ വിത്താണ് വളർന്ന് വലുതായിക്കൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് കാണാൻ പ്രയാസമില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിലേക്കും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിലേക്കും കർബലയിലേക്കും അതുപോലെ മുസ്ലിം ലോകത്ത് നടന്ന ചെറുതും വലുതുമായ ആന്തരികമായ ശൈഥില്യത്തിലേക്കും സംഘട്ടനത്തിലേക്കും കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു സബഈ എന്ന് പറയുന്ന യമൻകാരനായ ജൂതനായിരുന്നു. ആ യമൻകാരനായ ജൂതൻ ഏതെല്ലാം വഴികളിലൂടെ കടന്നുപോയോ അവിടങ്ങളിലെല്ലാം തന്നെ മുസ്ലിങ്ങൾ പരസ്പരം കഴുത്തറുക്കുന്ന, പരസ്പരം തലതല്ലിക്കേറുന്ന, പരസ്പരം അധികാരത്തിന് വേണ്ടി പോരാടുന്ന കാഴ്ചകളാണ് ഇന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്, അന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു ആശയം സമൂഹത്തിനു പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഭൂമിയിൽ അധികാരമുള്ളത്, അവർക്ക് മാത്രമാണ് ഭൂമിയെ ഭരിക്കാനുള്ള അവകാശം. അതുകൊണ്ട് അലി, അതിനുശേഷമുള്ളവർ, ഇങ്ങനെ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഭരണം നടത്തേണ്ടത് എന്നും അതാണ് ഇമാമിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഷിയാക്കൾ തട്ടിവിടുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിന് ആന്തരികമായ ഊർജം നൽകുകയും അടിത്തറ പാവുകയും ചെയ്തത് അബ്ദുല്ലാഹ് ഇബ്നു സബഈ എന്ന് പറയുന്ന യമൻകാരനായ ജൂതനായിരുന്നു എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുക. അപ്പോൾ അറിയാം മുസ്ലിം ലോകത്ത് ആരാണ് ചിത്രത വിതച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ആരാണ് ചിത്രത വിതച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നേരത്തെ ഇവിടെ നിങ്ങൾ കേട്ടില്ലേ, അൽ ഖായിദ എന്ന് പറയുന്ന ലോകത്തെ IS ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഭീകര ഗ്രൂപ്പ്. ആ ഭീകര ഗ്രൂപ്പിന് എല്ലാവിധ സഹായവും സഹകരണവും നൽകിയത് അമേരിക്കയും ജൂതരും ഇറാനുമായിരുന്നു. ഇറാനിലാണ് ഐമൻ ലവാഹിരി അടക്കമുള്ള അൽ ഖായിദയുടെ നേതാക്കന്മാർ സുഖവാസ ജീവിതം നയിച്ചിരുന്നത്. നിങ്ങൾക്കറിയുമോ, ഇന്ന് ലോകത്ത് 2 രാജ്യങ്ങൾക്കാണ് അൽ ഖായിദയുടെയും ISന്റെയും ഭീഷണിയില്ലാത്തത്. ആ 2 രാജ്യങ്ങളിലൊന്ന് ഇറാനും മറ്റൊന്ന് ഇസ്രായേലുമാണ്. രണ്ടുപേരും താരാട്ടി പാലൂട്ടി വളർത്തുകയാണ് ISനെയും അൽ ഖായിദയെയും. രണ്ടുപേരും അങ്ങേയറ്റം സഹായിക്കുകയാണ് IS എന്ന് പറയുന്ന ഭീകരന്മാരെയും അതുപോലെ അൽ ഖായിദ എന്ന് പറയുന്ന ഭ്രാന്തരെയും. അവരാണ് പാലൂട്ടി തേനൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2 കൂട്ടർക്കും യാതൊരു ഭീഷണിയുമില്ല. ആർക്കാ ഭീഷണിയുള്ളത്? സൗദി അറേബ്യക്ക്. മറ്റാർക്കാ ഭീഷണിയുള്ളത്? ഖത്തറിന്, ബഹ്റൈന്, കുവൈറ്റിന്, അതുപോലെ UAEക്ക്, ഇസ്ലാമിക രാജ്യങ്ങൾക്ക്, മുസ്ലിം രാഷ്ട്രങ്ങൾക്കാണ് ISന്റെയും അൽ ഖായിദയുടെയും ഭീഷണിയുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ISന്റെ മുനയൊടിക്കുവാൻ വേണ്ടി അവർ കരയുദ്ധം നടത്തുന്നു. ISന്റെ മുനയൊടിക്കുന്നതിന് വേണ്ടി കരയുദ്ധം നടത്താൻ ധൈര്യമുള്ള രാജ്യങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക രാഷ്ട്രമാണ്. അമേരിക്ക എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡ്രോൺ വിമാനങ്ങൾ പറത്തിക്കൊണ്ട് നിരപരാധികളെ കൊന്നൊടുത്തിക്കൊണ്ടിരിക്കുന്നു. ഡ്രോൺ വിമാനങ്ങൾ, പൈലറ്റില്ലാ വിമാനങ്ങൾ പറത്തിക്കൊണ്ടാണ് അവർ ഭീകരതയ്ക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തുർക്കിയും സൗദിയും കരയുദ്ധം നടത്തിക്കൊണ്ടാണ് IS ഭീകരതയ്ക്കെതിരെ പോരാടുന്നത്. ഇപ്പോൾ ISന്റെ ആസ്ഥാനമായ
മൊസൂൾ എന്ന പത്രങ്ങൾ എഴുതുന്ന മൂസിലിലേക്ക് ആരാണ് കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്? തുർക്കിയാണൊന്ന്. അതോടൊപ്പം തന്നെ ഇറാഖ് ഗവൺമെന്റിന്റെ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു സഖ്യസേനകളാണ്. എന്തിനു വേണ്ടിയാണ് ധൈര്യത്തോടെ യുദ്ധം ചെയ്യുന്നത്? IS എന്ന് പറയുന്ന ഈ ഭീകരന്മാരെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ മുസ്ലിം ലോകത്ത് സമാധാനവും സ്വാസ്ഥ്യവും ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജീവൻ പണയം വെച്ചുകൊണ്ട് ഭടന്മാർ നേരിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭീരുക്കളല്ല ഒരിക്കലും മുസ്ലിങ്ങൾ. അവർ ഡ്രോൺ വിമാനങ്ങൾ പറത്തിക്കൊണ്ട് അമേരിക്കയും റഷ്യയും കാണിക്കുന്നത് പോലെ നിരപരാധികളെ കൂടി കൂട്ടക്കശാപ്പ് ചെയ്യുകയല്ല, IS ഭീകരന്മാരോട് നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഒരു ഭാഗത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതര്, സയനിസ്റ്റുകള്, മറുഭാഗത്ത് ഷിയാക്കള്, ഇറാന്, അവർ രണ്ടു കൂട്ടരും IS-നെയും അൽ ഖായിദയെയും താലോലിച്ച് പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുമ്പോ അവരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ IS-ന്റെ ശത്രു പട്ടികയിൽ 1-ാം നമ്പർ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് സൗദി അറേബ്യയാണ്. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ മാസം ജിദ്ദയിൽ ജൗഹറ സ്റ്റേഡിയത്തിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. 2 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. ഒന്ന് UAE-യും ഒന്ന് സൗദിയും. 60,000-ൽ പരം കാണികൾ ആവേശഭരിതരായി നിൽക്കുന്ന സ്ഥലത്തേക്ക് 3-4 ചാവ്യാറുകൾ കടന്നു പോകുവാൻ വേണ്ടി ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് സെക്യൂരിറ്റി ഫോഴ്സ് അവരെ പിടികൂടുന്നത്. അവരുടെ ലക്ഷ്യം 60,000 വരുന്ന ഈ കാണികളെയായിരുന്നു. എന്തുമാത്രം വലിയ ക്രൂരതയാണ് ഈ ഭീകരന്മാർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മക്കയിൽ അക്രമം നടത്താൻ യാതൊരു മടിയുമില്ലാത്ത ഭീകരർ ഈ 60,000 പേരെ കശാപ്പ് ചെയ്യുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. മദീന മുനവ്വറയിൽ ചാവ്യാർ സ്ഫോടനം നടക്കുകയുണ്ടായി കഴിഞ്ഞ റമദാനിൽ. മുസ്ലിം ലോകം ഞെട്ടിപ്പോയി. കാരണം പരിശുദ്ധ റമദാനിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞുകൊണ്ട് വിശ്വാസി ലക്ഷങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വിശ്വാസി ലക്ഷങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു മനുഷ്യൻ അരയിലും തലയിലുമൊക്കെ ബോംബ് ചുറ്റിക്കൊണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പാഞ്ഞു കയറുന്നത്. ആ പാർക്കിംഗ് ഏരിയയിൽ വെച്ചുകൊണ്ട് സെക്യൂരിറ്റി ഭടന്മാർ അദ്ദേഹത്തെ തടഞ്ഞു. ആ തടഞ്ഞവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ അവർ ഷഹീദായി. പക്ഷേ 10,000-കണക്കിന് മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ ജീവനാണ് ആ സുരക്ഷാ ഭടന്മാര് രക്ഷിച്ചിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നോക്കൂ, നിങ്ങൾ 3 പള്ളികളിലും ഭയം നിറക്കുവാൻ വേണ്ടി, നിരാശ നിറക്കുന്നതിന് വേണ്ടി, വിശ്വാസികളെ പിന്മാറാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭീകരൻ മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയോ ഇവിടെ മസ്ജിദുൽ അഖ്സായിൽ ഒന്ന് ആരാധനാകർമ്മം നിർവഹിക്കാൻ പോലും, നിർഭയത്വത്തോട് ആരാധനാകർമ്മം നിർവഹിക്കാൻ പോലും നിർവാഹമില്ലാതെ വിഷമിച്ചു കഴിയുന്ന വിശ്വാസി ലക്ഷങ്ങൾ. ആ വിശ്വാസി ലക്ഷങ്ങൾക്ക് ജൂതരിൽ നിന്ന് മസ്ജിദുൽ അഖ്സായൊന്ന് വിമോചിപ്പിച്ചു കൊടുക്കുവാൻ, സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിൻഗാമികളാകുവാൻ എന്തേ ഈ ഭീകരന്മാർക്കൊന്നും സാധിക്കാത്തത്? ഇവരെന്തുകൊണ്ട് ഇവരുടെ മിസൈൽ മുസ്ലിം രാജ്യങ്ങളിലേക്ക് മാത്രമേ പായുകയുള്ളൂ? ഇവരുടെ മിസൈലുകൾ മുസ്ലിം രാഷ്ട്ര തലസ്ഥാനങ്ങളിലേക്കും ഇസ്ലാമിന്റെ വിശുദ്ധമായ ഗേഹങ്ങളിലേക്കും മാത്രമേ ഇവരുടെ മിസൈലുകൾ പായുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ഇതാര് വളർത്തി എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അൽ ഖായിദയെ പാലൂട്ടി തേനൂട്ടി വളർത്തിയത് അമേരിക്കയാണെങ്കിൽ അൽ ഖായിദയുടെ പല്ലു കൊഴിഞ്ഞപ്പോൾ IS എന്ന് പറയുന്ന, ദായിഷ് എന്ന് പറയുന്ന, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഭീകര സംഘത്തെയും പാലൂട്ടി തേനൂട്ടി വളർത്തിയത് ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, സാമ്രാജ്യത്വ ശക്തികൾ, സയനിസ്റ്റുകൾ. ഈ സാമ്രാജ്യത്വ സയനിസ്റ്റ് അച്ചുകൊണ്ടാണ് ഈ ദായിഷിനെ വളർത്തിയത്. സദ്ദാം ഹുസൈൻ വലിയ പ്രചാരം നൽകി. സദ്ദാം ഹുസൈനെതിരെ, സദ്ദാം ഹുസൈന്റെ നാട്ടിൽ ഒരുപാട് ആയുധങ്ങൾ കൂമ്പാരമായി കിടക്കുന്നു എന്ന് വ്യാജ പ്രചാരണം നടത്തി. സദ്ദാം ഹുസൈനെ ഒരു ഭീരുവായി കൊണ്ടൊരു മടയിൽ നിന്ന് അമേരിക്ക കണ്ടെടുക്കുകയായിരുന്നു. സദ്ദാം ഹുസൈന് ശേഷം ആ രാജ്യം ആരുടെ കരങ്ങളിലേക്കാണ് പോയത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, ഭീകരവാദികളുടെ കരങ്ങളിലേക്ക്. ഒരേകാധിപതിയായിരുന്നുവെങ്കിലും ആ രാജ്യത്ത് കുറച്ചൊക്കെ ഒരു നിലാമോടുകൂടി, വ്യവസ്ഥയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ അയാൾക്ക് അയാളുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് സാധിച്ചിരുന്നു. അയാളെ കൂടി തുരത്തിയ സന്ദർഭത്തിൽ ആരുടെ കരങ്ങളിലേക്കാണ് ആ രാജ്യം പോയത് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ കരങ്ങളിലേക്ക്. ഒരു ഭാഗത്ത് ഷിയ തീവ്രവാദികള്, മറുഭാഗത്ത് IS തീവ്രവാദികള്.
ഈ രണ്ട് തീവ്രവാദികൾ ഇന്ന് മെസൊപ്പൊട്ടേമിയൻ നഗരങ്ങളെ, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെ പാലൂട്ടി തേനൂട്ടി വളർത്തിയ ഒരു രാജ്യമെന്ന നിലയിൽ, നവനാഗരികതകൾക്ക് അടിത്തറ പാകിയ ഒരു രാജ്യമെന്ന നിലയിൽ, യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും സംഭാവനകള് ലോകത്തിന് നൽകിയ ഒരു രാജ്യമെന്ന നിലയിൽ ആ രാജ്യത്തെ പകിട്ടെടുത്തിരിക്കുന്നത് ഇന്ന് IS എന്ന് പറയുന്ന ഭീകരന്മാരും ഷിയ ഭീകരന്മാരുമാണ്. ഈ രണ്ട് ഭീകരർ ഒരു മഹാരാജ്യത്തെ പകിട്ടെടുത്തിരിക്കുന്നു. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് എന്ന് പറയുന്നത് അവരുടെ നെഞ്ചകങ്ങളിൽ വലിയ സ്ഥാനമുള്ള ഒരു രാജ്യമാണ്. ബൈത്തുൽ ഹിക്മയുടെ നാട്, ലോകത്തിന് വിജ്ഞാനത്തിന്റെ വെളിച്ചം നൽകിയ ബൈത്തുൽ ഹിക്മയുടെ നാടാണ് ബഗ്ദാദ് എന്ന് പറയുന്നത്, ഇറാഖ് എന്ന് പറയുന്നത്. ആ ഇറാഖിലാണ് ഇന്ന് ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് IS-കാരനും അതുപോലെ ഷിയ തീവ്രവാദിയും താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നത്. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഹലബ് എന്ന് പറയുന്ന പ്രദേശം, സിറിയയിലെ ഹലബ് എന്ന് പറയുന്ന പ്രദേശം, ഹിംസി എന്ന് പറയുന്ന പ്രദേശം, ഹുമ എന്ന് പറയുന്ന പ്രദേശം, ലോക നാഗരികതയ്ക്ക് അനന്യമായ സംഭാവനകൾ നൽകിയ പ്രദേശങ്ങളാണിതെല്ലാം. ലോക സംസ്കൃതിക്ക് സംഭാവനകൾ നൽകിയ നാടുകളാണിതെല്ലാം. ഈ നാടുകളെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ സാമ്രാജ്യത്വ ശക്തികളും തീവ്രവാദികളുമാണ്. ഈ രാജ്യങ്ങളും ഈ നന്മയുടെ അടയാളങ്ങളുമെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ജാഗ്രതയോടുകൂടിയായിരിക്കണം ഷിയ സ്വാധീനത്തിനെതിരെ, ഷിയ സാംസ്കാരിക വ്യാപനത്തിനെതിരെ അണിനിരക്കേണ്ടത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഷിയായിസം എന്ന് പറയുന്നത് വല്ലാത്തൊരു രോഗമാണ്. അത് ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമ്മുടെ രാജ്യങ്ങളിലേക്കും അത് കയറി കയറി വരികയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് അത് ജീർണതകൾ കൊണ്ടുവരുന്നു, നമ്മുടെ സംസ്കാരങ്ങളെ തുടച്ചു നീക്കുവാൻ വേണ്ടി കടന്നു വരുന്നു, നമ്മുടെ സൗഹൃദങ്ങളെ അത് തകർത്തെറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മക്ക മദീന എന്നൊക്കെ പറഞ്ഞാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനം അവർക്ക് ഖുമൈനിയുടെ കബറിടമാണ്, ഖുമ്മും നജഫുമാണ്. ഈ രണ്ട് പ്രദേശങ്ങളിൽ പോയി തീർത്ഥാടനം ചെയ്താൽ, അവിടെ തവാഫ് ചെയ്താൽ, ഖുമൈനിയുടെ കബറിടത്തെങ്കിൽ പോയി സന്ദർശനം നടത്തിയാൽ മക്കയെക്കാളും മദീനയെക്കാളും അവിടെ സന്ദർശിക്കുന്നതിനേക്കാളും പവിത്രതയുണ്ട് എന്നാണ് ഷിയാക്കൾ അവരുടെ ഷിയ വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം കെട്ട വിശ്വാസങ്ങളാണ് ഷിയായിസത്തിൻ്റെത് എന്ന് നാം പരതി നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹായെയും കാണുന്നിടത്തെല്ലാം വെച്ച് ചീത്ത പറയുന്ന, പേര് കേൾക്കുന്നിടത്തെല്ലാം വെച്ച് ലഅനത്ത് ചെല്ലുന്ന ഒരു ദുഷ്ടവിഭാഗമാണ് ഷിയാക്കൾ എന്നുള്ളത്. ആ ഷിയ ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ കേരളക്കരയിലേക്കും കടന്നു വന്നിട്ടുണ്ട്. കൊണ്ടോട്ടി കൈകളിലൂടെ, നമ്മുടെ മാപ്പിളപ്പാട്ടുകളിലൂടെയും മാലപ്പാട്ടുകളിലൂടെയും കേരളീയ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചത് ഷിയ ആശയമാണ്, തീവ്ര സൂഫി ആശയമാണ്. ആ തീവ്ര സൂഫി ആശയം ഇന്ന് എത്രത്തോളം വലിയ സ്വാധീനമാണ് കേരളക്കരയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഓരോ മുജാഹിദ് പ്രവർത്തകനും ശാന്തമായി കൊണ്ട് അന്വേഷിക്കേണ്ട വസ്തുതയാണ്. നിങ്ങൾക്കറിയുമോ, ഒരു മുടിയുടെ പേരിൽ ഒരു മനുഷ്യൻ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾ, എവിടുന്നോ കിട്ടിയ ഒരു മുടിക്ക് വേണ്ടി അദ്ദേഹം ഒരു കെട്ടിടം പണിതു, അതിന്റെ വെള്ളം കലക്കിക്കൊണ്ട് വിശ്വാസികളെ കബളിപ്പിക്കാൻ നോക്കി. അദ്ദേഹവും ഷിയാക്കളെ പോലെ പറയാതെ പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ മക്കത്തേക്ക് പോകുന്നത്, എന്തിനാണ് നിങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് പോകുന്നത്, ലോകത്തിന്റെ പ്രവാചകന്റെ മുടി ഇവിടെ തന്നെ ഉണ്ടാകുമ്പോൾ, ബറക്കത്തെടുക്കുവാൻ ഒരു അവസരം ഉണ്ടാകുമ്പോൾ എന്തിന് നിങ്ങൾ പണം ചെലവഴിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു എന്നാണ് ഒരു മുസ്ലിയാർ ഇവിടെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഷിയ സ്വാധീനം നമ്മളിലേക്കെല്ലാം തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഷിയാക്കളുടെ ഒന്നാം നമ്പർ ശത്രു എന്ന് പറഞ്ഞാൽ സലഫികളാണ്. ലോകത്തെ സലഫികളാണ് ഷിയാക്കളുടെ ശത്രു. സലഫി ആദർശത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന സൗദി അറേബ്യയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്പർ 1 ശത്രു. നിങ്ങൾക്കറിയുമോ, സൗദി അറേബ്യക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളാണ് ഓരോ ദിവസവും എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ നവോത്ഥാന നായകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരില്, ഇബ്നു തൈമിയ്യയുടെ പേരില് ഒക്കെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾക്ക് കൃത്യമായ തൗഹീദിന്റെ സന്ദേശം പഠിപ്പിച്ചു കൊടുത്ത മഹാന്മാരെ ഇകഴ്ത്തുവാൻ, താറടിക്കുവാൻ ഈ ഷിയ കൂട്ടുകെട്ട് ആസൂത്രിതമായി സാമ്രാജ്യത്വ ശക്തികളുമായി ചേർന്ന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വഹാബി എന്നും സലഫി എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ
ആഗോള തലത്തിൽ തന്നെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭീകരതയ്ക്കെതിരെ ധൈര്യമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് സൗദി അറേബ്യയാണ്. ബാക്കിയുള്ളവരെല്ലാം പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇവർ പ്രവൃത്തിപഥത്തിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സലഫി ആശയം സ്വീകരിക്കുന്നവരെ, അതുപോലെ തന്നെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആശയം സ്വീകരിക്കുന്നവരെ ആഗോള തലത്തിൽ തന്നെ താറടിച്ചു കാണിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് നടന്ന ഒരു പാഠപുസ്തക വിവാദം നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഷെയ്ഖ് ഉസൈമീൻ എഴുതിയ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഒരു പുസ്തകം അഫ്ളലുൽ ഉൽമയുടെ സിലബസിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗം സൂഫി ഷീഈ ചിന്താഗതി പുലർത്തുന്ന ആളുകൾ ഒന്നടങ്കം അതിന്റെ മേൽ ചാടി വീഴുകയുണ്ടായി. എന്തുകൊണ്ടാണ് ചാടി വീണത് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥ തൗഹീദ് മനുഷ്യരെ പഠിപ്പിക്കുന്ന, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായതിനാൽ നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിങ്ങൾ കബറാളികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹുവല്ലാത്തവരിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമായതിനാൽ ഇങ്ങനെ നേർച്ച അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് നേർച്ച നേരുന്നവരെ, അതുപോലെ കബറാളികളോട് പ്രാർത്ഥിക്കുന്നവരെ കൊല്ലണമെന്നാണ് ഈ പണ്ഡിതൻ പഠിപ്പിക്കുന്നത് എന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടാണ് ഈ പുസ്തകത്തെ നിരോധിക്കുവാനും പിൻവലിക്കുവാനും സമരം നടത്തുവാൻ ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗം ദൃഷ്ടരായത്, അഹങ്കാരം കാണിച്ചത്. ഈ അഹങ്കാരത്തിന് വരെ പ്രേരിപ്പിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഷിയ സ്വാധീനമാണ്, സൂഫി സ്വാധീനമാണ് എന്ന് എന്റെ മുസ്ലിമീങ്ങളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം മുസ്ലിം നവോത്ഥാനത്തിന്റെ ഒരു ഉജ്ജ്വലമായ ചിത്രം കേരളക്കരയിലുണ്ട്. ആ ഉജ്ജ്വലമായ ഏടുകൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം, ഷീകളെ സംബന്ധിച്ചിടത്തോളം, സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പരിപ്പും വേവുകയില്ല എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. കാരണം കേരളത്തിൽ എന്ന് പറയുന്നത് ഒരു നവോത്ഥാനത്തിന്റെ ഒരു മുന്നേറ്റം നടന്ന ഒരു പ്രദേശമാണ്. ആ നവോത്ഥാനത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. നവോത്ഥാന ചരിത്രത്തെ ഇകഴ്ത്തുവാൻ ഇവിടുത്തെ അക്കാദമിഷ്യന്മാരോ ഇവിടുത്തെ ഗവേഷകന്മാരോ സാംസ്കാരിക നായകരോ ഒന്നു ചേർന്നാൽ പോലും അത് നടക്കാൻ പോകാത്ത കാര്യമാണ്. കാരണം സനാഉള്ള മക്തിത്തങ്ങളെ പോലെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ മഹാന്മാര് അവര് തൗഹീദിന്റെ സുന്ദരമായ സന്ദേശം ഈ സമൂഹത്തിന് കേൾപ്പിച്ചു കൊടുത്തു. ശിർക്കിനെതിരെ, ബിദഅത്തുകൾക്കെതിരെ, ജീർണതകൾക്കെതിരെ, സാമൂഹികമായ തിന്മകൾക്കെതിരെ അവർ ഒറ്റയാൾ പോരാട്ടം നടത്തി. അതിനുശേഷം വക്കം മൗലവിയെ പോലുള്ള മഹാന്മാര്, ആ മഹാന്മാര് ലോക തലത്തിൽ നടന്നിട്ടുള്ള നവോത്ഥാനത്തിന്റെ ചിത്രവും ചരിത്രവും മനസ്സിലാക്കിക്കൊണ്ട് കേരളീയ സാഹചര്യത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. ലോകത്തിന്റെ കോണുകളിൽ നിന്ന് അവര് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ചലനങ്ങള് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഗ്രന്ഥങ്ങൾ തന്നെ വരുത്തുകയും മാസികകൾ വരുത്തുകയും അതിലൂടെ യഥാർത്ഥ ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളീയ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയുമായിരുന്നു മഹാനായ വക്കം മൗലവി. നിങ്ങൾക്കറിയുമോ, ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന സ്ഥലം, അവിടെ പ്രധാനപ്പെട്ട ഭൂമിയെല്ലാം തന്നെ വക്കം മൗലവിയുടേതായിരുന്നു. അതുപോലെ ആലപ്പുഴയിലും അദ്ദേഹത്തിന് വലിയ സ്വത്തുണ്ടായിരുന്നു. ആ സ്വത്തെല്ലാം വിറ്റുകൊണ്ട് അന്ന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്രസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുത്തി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ഏൽപ്പിക്കുകയാണ് മഹാനായ വക്കം മൗലവി ചെയ്യുന്നത്. ഇവിടെ ഇന്ന് സൗഹൃദത്തിന്റെ പാഠങ്ങൾ എന്ത് എന്ന് പഠിപ്പിക്കുവാൻ ആധികാരികമായി അവകാശമുള്ള ഒരു പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം വക്കം മൗലവി തന്റെ കഴുത്തും കത്തിയും ഏൽപ്പിക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ അടുക്കലാണ്, ഒരു അമുസ്ലിമായ മനുഷ്യന്റെ അടുക്കല്. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എഴുതുവാനും പറയുവാനും വേണ്ടി പണം ചെലവഴിച്ച മഹാനായ വക്കം മൗലവിയുടെ പൊള്ളുന്ന ഓർമ്മകൾ ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം ഒരു സൂഫിക്കും ഒരു ഷീക്കും തന്റെ യാഥാസ്ഥികത്വം വേവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുജാഹിദുകളെ പ്രതിക്കൂട്ടിലാക്കുവാൻ ഇന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ KM സീതി സാഹിബ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, അതുപോലെ ഈ മൊയ്ദ് മൗലവി, KM മൗലവി തുടങ്ങിയ മഹാരഥന്മാരായ മനുഷ്യര്, അവരൊക്കെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സർവ്വതോന്മുഖമായ നന്മയ്ക്ക് വേണ്ടി, സാമൂഹികമായ നന്മയ്ക്ക് വേണ്ടി, സാമൂഹിക ജീർണതകളുടെ വേറെറുക്കുന്നതിന് വേണ്ടി പാടുപെട്ട് പണിയെടുത്ത മഹാമനീഷികളും ദിഷണാശാലികളുമായിരുന്നു എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട വസ്തുതയാണ്. ഇന്ത്യൻ ദേശീയ സമരരംഗത്ത് ഉജ്ജ്വല നക്ഷത്രങ്ങളായിരുന്ന അബുൽ കലാം ആസാദ് ഒന്നാം തരം ഒരു സലഫിയായിരുന്നു.
അതുപോലെ തന്നെ മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങളുടെ പാത സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകള്, ദേശീയ സമരരംഗത്ത് അത്യുജ്വലമായ സേവനങ്ങൾ അർപ്പിച്ചവര്, ഇവരുടെയൊക്കെ ചരിത്രം പരതുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, ഒരു സലഫിയായി നിന്നുകൊണ്ട് തന്നെ, ഒരു മുജാഹിദായി നിന്നുകൊണ്ട് തന്നെ, ഒരു അഹ്ലെ ഹദീസുകാരനായി നിന്നുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ പടപൊരുതി. ഈ രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കുന്നതിന് വേണ്ടി അവർ പടപൊരുതി. ഇംഗ്ലീഷുകാരുടെ മുഖത്തിന് കീഴിൽ നിന്ന് ഈ രാജ്യത്തെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി അവർ പടപൊരുതി. സാംസ്കാരിക അധിനിവേശത്തിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഇന്ന് മുജാഹിദുകളെ വല്ലാതെ വഷളാക്കുവാൻ വേണ്ടി ഇവിടുത്തെ ചില സാംസ്കാരിക നായകരും അതുപോലെ യാഥാസ്ഥിക വിഭാഗവും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ദുഷ്പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ദുഷ്പ്രചാരണങ്ങൾ കൊണ്ടൊന്നും മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നയങ്ങളെയും നിലപാടുകളെയും നന്മകളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. നിഷ്പക്ഷമതികളായ ആളുകൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. ആഗോള മുസ്ലിങ്ങളുടെ ചലനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഏത് കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം നീങ്ങിയിട്ടുള്ളത്. ആരുടെയെങ്കിലും വാലായിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ മുജാഹിദുകൾ സന്നദ്ധരായിട്ടില്ല. സൗദി അറേബ്യയുടെ നന്മകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സൗദി അറേബ്യയിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എതിർക്കുവാൻ എന്നും മുന്നിൽ നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മുജാഹിദുകള്. ഈജിപ്തിൽ നന്മകൾ ഉണ്ടെങ്കിൽ ആ നന്മകളോടൊപ്പം നിൽക്കാൻ, അതുപോലെ അൽജീരിയയിൽ നന്മകൾ ഉണ്ടെങ്കിൽ ആ നന്മയോടൊപ്പം നിൽക്കാൻ, ഇങ്ങനെ അറബ് ഇസ്ലാമിക ലോകത്ത് നന്മയുടെ നവോത്ഥാനത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് പിൻപറ്റിക്കൊണ്ട് കേരളീയ പശ്ചാത്തലത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിയ ഒരു മഹാപ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതു വെല്ലുവിളികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ഈ പ്രസ്ഥാനത്തിന്, ആന്തരിക കരുത്ത് ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് കിട്ടിയ കരുത്താണ്. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും MP നാരായണ മേനോനും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിൽ നിന്ന് ലഭിച്ച കരുത്താണ്. അതുപോലെ വക്കം മൗലവിയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും തമ്മിലുണ്ടായിരുന്ന സൗഹൃദ പാഠങ്ങളിൽ ലഭിച്ച കരുത്താണ്. അതുപോലെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും അമുസ്ലിങ്ങളായ ദേശീയ സമരരംഗത്തെ പ്രമുഖരും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധത്തിൽ നിന്നാണ് ഞങ്ങൾ സൗഹൃദത്തിന്റെ പാഠം പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ സംസ്കാരവും ഞങ്ങളുടെ തനിമയും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങൾക്കും ക്രൈസ്തവ സഹോദരങ്ങൾക്കും മതമില്ലാത്തവർക്കും ഇവിടെ ജീവിക്കുവാനും പ്രബോധനം നടത്താനും പ്രചാരണം നടത്താനും ആഘോഷങ്ങൾ നടത്താനും അവരുടെ സംസ്കാരങ്ങൾ സൂക്ഷിക്കുവാനും അധികാരവും അവകാശമുണ്ട്. അത് വകവെച്ചു കൊടുക്കണമെന്നാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ ഏത് കാലഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത്. അന്യരുടെ ആഘോഷ ദിവസം ദുഃഖിച്ചിരിക്കുന്ന ഒരു മുസ്ലിമിനെയല്ല മുജാഹിദുകൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. മറിച്ച് അന്യരുടെ ആഘോഷങ്ങൾക്കും അന്യരുടെ സംസ്കാരങ്ങൾക്കും അവർ പ്രാധാന്യം കൽപ്പിക്കുന്ന ദിനങ്ങൾക്കും അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ഭരണഘടനയുള്ള നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത് അത്രമേൽ കിടയറ്റ ഒരു ഭരണഘടനയാണ്. ഈ ഭരണഘടന നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടമുള്ള മതം സ്വീകരിച്ചുകൊള്ളൂ, അത് പ്രബോധനം നടത്തിക്കൊള്ളൂ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊള്ളൂ. പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അസ്വാതന്ത്ര്യമാവാൻ പാടില്ല. മറ്റുള്ളവരുടെ മൂക്കിന് മുന്നിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കണം. അവന്റെ മൂക്കിൽ തൊട്ടുകൊണ്ട് അവനെ ദേഷ്യം ഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യമല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഭരണഘടന വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത. ആ കിടയറ്റ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ അഭിമാനമുണ്ട്. അവൻ ഒരിക്കലും ഈ നാട് വിട്ടു പോകില്ല. പാലക്കാട് നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഏതാനും ചെറുപ്പക്കാർ നാട് വിട്ടു എന്ന് പത്രങ്ങളിലൂടെ ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ വായിച്ചത്. അവരെവിടേക്ക് പോയി, എന്തിനു പോയി, എന്തു ചെയ്യുന്നു എന്നൊന്നും ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ വെളിപ്പെടുത്താത്ത നിലക്ക് അവർ IS-ൽ ചേർന്നോ, അൽ ഖായിദയിൽ ചേർന്നോ, താലിബാനിൽ ചേർന്നോ, അല്ലെങ്കിൽ അബട്ടാബാദിലേക്ക് പോയോ, അതല്ലെങ്കിൽ തോറാബോറയിലേക്ക് പോയോ എന്നൊന്നും ഇവിടെ ഉപന്യസിക്കുവാനോ തീർപ്പ് കൽപ്പിക്കുവാനോ നമ്മൾ ആളല്ല. അവരെവിടെയോ പോയി.
പക്ഷേ അവർ മനോരോഗികളും അതുപോലെ തന്നെ ഭീരുക്കളുമാണ് എന്ന് എനിക്കും നിങ്ങൾക്കും പറയാനാവുകയുള്ളൂ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ്. ഇസ്ലാമിക കലാലയങ്ങളുടെ കേന്ദ്രങ്ങള് ഡൽഹി യൂണിവേഴ്സിറ്റിയും അലിഗഡ് യൂണിവേഴ്സിറ്റിയും ജാമിയ സലഫിയ ബനാറസും അതുപോലെ തന്നെ നെതുവായും ദയൂബന്ധുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്ന്, ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുള്ള ഒരു രാജ്യത്ത് നിന്ന്, ലോകത്തിന് ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു കേന്ദ്രത്തിൽ നിന്ന് അവർ ഹിജറ പോയി എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിങ്ങൾക്ക് നാണമുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ ഹിജറ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരോട് പറയുന്നു, നിങ്ങൾ ഇന്ത്യ എന്ന പൂങ്കാവനത്തിലേക്ക് ഹിജറ പോരുക, നിങ്ങളെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. അത്രമേൽ സുരക്ഷിതമായ ഒരു ഭരണഘടന ഞങ്ങൾക്കുണ്ട്, അത്രമേൽ സ്വാതന്ത്ര്യമാണ് മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പബ്ലിക് സ്പേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പബ്ലിക്കിലാണ് നമ്മൾ കോൺഫറൻസുകൾ സംഘടിപ്പിക്കുന്നത്, പബ്ലിക്കിലാണ് ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുന്നത്, പബ്ലിക്കായിട്ടാണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹൈന്ദവ ദർശനങ്ങളെ കുറിച്ച് പറയാനും ക്രൈസ്തവ ദർശനങ്ങളെ കുറിച്ച് പറയാനും യുക്തിവാദത്തെ കുറിച്ച് പറയാനും പാഴ്സികളെ കുറിച്ച് പറയാനും ഒക്കെ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോഴാണ് ഇവിടെ വൈവിധ്യങ്ങൾ മാനിച്ചവരും ബഹുമാനിച്ചവരുമായിട്ട് നമ്മൾ മാറുന്നത്. വൈവിധ്യങ്ങളോട് കലഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. തീവ്രവാദി കൂട്ടങ്ങൾ ആഗോള തലത്തിൽ ഇന്ന് വൈവിധ്യങ്ങളോടാണ് കലഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു, മൊസൂളിൽ മറ്റൊരു ജാതിയും പാടില്ല, സിറിയയിൽ മറ്റൊരു ജാതിയും പാടില്ല. അതിനെന്തു ചെയ്യുന്നു? യസീദികളെ കൂട്ടക്കൊല നടത്തുന്നു, ജൂതരെ കൂട്ടക്കശാപ്പ് നടത്തുന്നു, ക്രിസ്ത്യാനികളെ കടലിൽ തള്ളിക്കൊല്ലുന്നു. IS-ന്റെ ആശയങ്ങൾ സ്വീകരിക്കാത്ത മുസ്ലിമീങ്ങളെ മുർത്തദ്ദുകളും കാഫിറുകളുമാക്കി മുദ്രയടിച്ചുകൊണ്ട് അവരെ പച്ചയായി വെടിവെച്ചു കൊല്ലുകയും പച്ചയായി ചുട്ടരിച്ചു കൊല്ലുകയും ചെയ്യുന്ന IS ഭീകരന്മാർ ലോകത്തെ വൈവിധ്യങ്ങളോടാണ് കലഹിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മുഴുവൻ മനുഷ്യരെയും ഒരൊറ്റ വിശ്വാസത്തിലാക്കുവാൻ കഴിയുമായിരുന്നു. എന്നിട്ടും റബ്ബ് എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തതകളിലൂടെ മനുഷ്യരെ സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണ് ഈ ഭിന്നത നിലനിൽക്കുന്നത്? എന്നിട്ടും എന്തേ നിങ്ങൾ അവരെ മുസ്ലിങ്ങളാകാൻ നിർബന്ധിക്കുന്നത്? ഇല്ല, മുസ്ലിങ്ങളാകുവാൻ നാം ആരെയും നിർബന്ധിക്കുകയില്ല, നിർബന്ധിക്കാനും പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. അതുകൊണ്ട് ഏതെങ്കിലും മതത്തിൽ നിന്ന് ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് എണ്ണം പെരുപ്പിച്ച് കാണിച്ച് ആനുകൂല്യങ്ങൾ വാങ്ങേണ്ട ഒരവസ്ഥയിൽ മുസ്ലിം സമൂഹം എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ദുർബലാവസ്ഥ മുസ്ലിം സമൂഹത്തിനില്ല. അവർക്ക് ഉള്ള എണ്ണം മതി, പക്ഷേ ആദർശ കരുത്തുള്ള, ആന്തരിക സൗന്ദര്യമുള്ള, ഇസ്ലാമിക ദർശനത്തോട് കൂറുള്ള ഒരു ജനവിഭാഗം കുറച്ചാണെങ്കിലും അവർക്ക് ഏത് വെല്ലുവിളികളെയും അതിജയിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് അവർ പഠിച്ചിട്ടുള്ള പാഠമാണ്. അതുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുക എന്നത് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവർക്ക് അതിനുള്ള ഗുരു എന്ന് പറയുന്നത്, അവർക്കുള്ള മാതൃക എന്ന് പറയുന്നത് ലോകത്തിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നു മദീന ജീവിതത്തിലൂടെ. ഏറ്റവും ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ജൂതരുമായിട്ട് ലോകത്തിന്റെ പ്രവാചകൻ ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ബനൂ ഖുറൈള, ബനൂ ഖൈനുഖാ, ബനൂ നളീർ പോലുള്ള ജൂത തീവ്ര ഗോത്രങ്ങളുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്ന പ്രവാചകൻ. ആ ഉടമ്പടിയിൽ ഒന്നാമത്തേത് ലിൽ യഹൂദി ദീനുഹും വലിൽ മുസ്ലിമീന ദീനുഹും, അവർക്ക് യഹൂദന്മാർക്ക് അവരുടെ മതം, അതുപോലെ ജൂതർക്ക് അവരുടെ മതം, ഈ മുസ്ലിങ്ങൾക്ക് അവരുടെ മതം എന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ വകവെച്ചു കൊടുക്കുന്നത്. മാത്രമല്ല, ഈ മദീനയെ സംരക്ഷിക്കേണ്ടത് ജൂതരുടെയും മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ്. അതിനുവേണ്ടി പണം ചെലവഴിക്കൽ മുസ്ലിങ്ങളുടെയും ജൂതരുടെയും ബാധ്യതയാണ്. ഈ രാജ്യത്തെ ആക്രമിക്കാൻ ആര് വന്നോ അവനെ തടഞ്ഞു നിർത്തേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ജൂതരും മുസ്ലിങ്ങളും ഒന്നിച്ചുകൊണ്ടാണ് നീങ്ങേണ്ടത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സൗഹൃദത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ആക്രമിക്കപ്പെട്ടവന്റെ കൂടെയായിരിക്കും മുസ്ലിങ്ങൾ ഉണ്ടാവുക. അവിടെ ജൂതരെന്നോ മുസ്ലിങ്ങളെന്നോ വ്യത്യാസമുണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ഉന്നതമായ സൗഹൃദത്തിന്റെ, മാനവികമായ ഐക്യത്തിന്റെ, മാനവികമായ സൗഹാർദ്ദത്തിന്റെ അനന്യമായ പാഠങ്ങളാണ് ഇതിലൂടെയെല്ലാം തന്നെ എന്റെ സഹോദരങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഈ മാനവിക സഹോദരങ്ങളോടാണ് IS യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അൽ ഖായിദ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ താലിബാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തേ അവർക്ക് പറ്റിയത്?
അവർക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, എവിടുത്തെ അധിനിവേശ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ ഇഷ്ടം പോലെ പണം നൽകുകയാണ്, ഇഷ്ടം പോലെ ആയുധം നൽകുകയാണ്. നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ മൊസൂളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൂസിലിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ്, റഷ്യക്കാരുണ്ടാക്കിയ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ്. അത്യന്താധുനിക ആയുധങ്ങൾ ഇഷ്ടം പോലെ അമേരിക്കയും ഇസ്രായേലും റഷ്യയും ഒക്കെ ഈ IS ഭടന്മാർക്ക് കൈയഴച്ചുകൊണ്ട് നൽകുന്നു. എന്തിനു വേണ്ടി? മുസ്ലിങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി, മുസ്ലിം രാജ്യങ്ങളെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിക രാഷ്ട്രങ്ങളെ കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി, മുസ്ലിം സംഘടനകൾക്കിടയിൽ പരസ്പര വിശ്വാസമില്ലായ്മ വളർത്തുന്നതിന് വേണ്ടി, മുസ്ലിം ലോകത്തെ ഭീകരതയും അതുപോലെ ഭീതിയും നിരാശയും വിതച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുജാഹിദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരായി മുജാഹിദുകൾ? 1950 രജിസ്റ്റേർഡ് സംഘടനയാണ് മുജാഹിദുകൾ. ഈ 7 പതിറ്റാണ്ട് കാലഘട്ടത്തിനിടയിൽ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന് നൽകിയ നന്മകൾ മാത്രമേ ഇവിടെ ഓർക്കാൻ ഒരു സമൂഹത്തിന് സാധിക്കുകയുള്ളൂ. എന്ത് തെറ്റാണ് ഇവിടുത്തെ മുജാഹിദുകൾ ഈ കേരളക്കരയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അക്ഷരാഭ്യാസമില്ലാതെ വഴിയറിയാതെ ഉടറി നടന്നിരുന്ന ഒരു ജനവിഭാഗത്തെ അക്ഷരം പഠിപ്പിക്കണമെന്ന് പറഞ്ഞതാണോ മുജാഹിദുകൾ ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്? ഇംഗ്ലീഷ് ഭാഷയറിയാതെ വഴിയറിയാതെ ഉടറി നടന്നിരുന്ന ഒരു സമൂഹത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നതാണോ മുജാഹിദുകൾ ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്? പള്ളിയും പള്ളിക്കൂടത്തിനും എതിര് നിന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ പാതിയായ മുസ്ലിം സ്ത്രീകളെ അടുക്കളയുടെ കരിപുരണ്ട അന്തരീക്ഷത്തിൽ തള്ളിയിട്ടിരുന്ന യാഥാസ്ഥികത്വത്തിന്റെ ഇരുളറകളിൽ നിന്ന് സ്ത്രീ സമൂഹത്തെ വിമോചിപ്പിച്ചുകൊണ്ട് പള്ളിയുടെയും പള്ളിക്കൂടത്തിന്റെയും IT സ്ഥാപനങ്ങളുടെയും ഉന്നത കലാലയങ്ങളുടെയും വികായസിലേക്ക് ഉയർത്തിയതാണോ മുജാഹിദുകൾ ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്? പ്രവാചകന്റെ സുന്നത്തുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്നതാണോ മുജാഹിദുകൾ ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്? ഖുതുബ തിരിയാതെ ഉറക്കം തൂങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഖുതുബയുടെ അർത്ഥമെന്ത് എന്ന് പഠിപ്പിച്ചു കൊടുത്തതാണോ കേരളത്തിലെ മുജാഹിദുകൾ ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്? അതുപോലെ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് എന്ത് എന്ന് സമൂഹത്തിന് കേൾപ്പിച്ചു കൊടുത്തതാണോ ഇവിടെ മുജാഹിദുകൾ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്? ഒരു വിഭാഗം വോട്ട് ചെയ്യരുതെന്നും സർട്ടിഫിക്കറ്റുകൾ കീറിയെറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അനിസ്ലാമിക ഭരണകൂടം ഇത് താഗൂത്താണെന്നും ഇന്ത്യ ഗവൺമെന്റ് താഗൂത്താണെന്നും ആ താഗൂത്തിന് അനുസരിച്ചു പോയാൽ മുശ്രിക്കായി പോകുമെന്നും പ്രചരിപ്പിച്ച കാലഘട്ടത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഉന്നതമായ പാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകിക്കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്നും വോട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്നും അങ്ങനെ രാജ്യത്തിന്റെ നന്മയുടെ ഭാഗവാക്കാകണമെന്നും പറഞ്ഞതാണോ കേരളത്തിലെ മുജാഹിദുകൾ ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്? അറബി കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ട് പള്ളി ദർസുകളെ പോലും നവീകരിക്കുവാൻ അവസരം നൽകിയ മുജാഹിദ് പ്രസ്ഥാനത്തെയാണോ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മദ്രസ പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ട് കുട്ടികൾക്ക് ദീനെന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഉന്നതമായ സംവിധാനം ഒരുക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തെയാണോ നിങ്ങൾ ക്രൂശിക്കാൻ നിൽക്കുന്നത്? അനാഥത്വത്തിന്റെ ഭാരം പേറിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ണീരൊലിപ്പിച്ച് നടന്നിരുന്ന പിഞ്ചോമന മക്കളെ അനാഥാലയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി MK ഹാജിയെ പോലുള്ള മഹാമനസ്കരുടെ വിശാല മനസ്കരുടെ കരങ്ങളിൽ കടന്നുകൊണ്ട് രാമനെ പോലെ മുഹമ്മദിനെ പോലുള്ള കുഞ്ഞുമക്കൾ വളർന്നതാണോ അല്ലെങ്കിൽ വളർത്തിയതാണോ മുജാഹിദ് പ്രസ്ഥാനം അവരോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്? എന്ത് തെറ്റാണ് മുജാഹിദുകൾ കേരളക്കരയോട് ചെയ്ത തെറ്റ്? ഒന്നും പറയാൻ ആർക്കുമില്ല. എല്ലാവരും പിന്നാലെ നടക്കുകയായിരുന്നു, നിശബ്ദരായി നടക്കുകയായിരുന്നു. അവർ മുജാഹിദുകളുടെ കോളേജിൽ പഠിച്ചു ഡിഗ്രി എടുത്തു, അവരുടെ പെൺകുട്ടികളെ മുജാഹിദ് കോളേജിൽ അയച്ച് ഡിഗ്രി എടുത്തു. അവര് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും നവോത്ഥാന സംഘടനകളുടെയും സർവ്വ നന്മകളും ഊറ്റിക്കുടിച്ചുകൊണ്ട് ആ നന്മകൾ നൽകിയ സ്ഥലത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പത്രകോളം ഉപയോഗിച്ചുകൊണ്ട് വ്യാജ ആരോപണങ്ങൾ നടത്തുന്ന തിക്കിലും തിരക്കിലുമാണ് ഇന്നവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നന്മകൾ ആസ്വദിക്കുകയും മറുഭാഗത്ത് ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുകയും ചെയ്യുന്ന ഈ യാഥാസ്ഥിക വിഭാഗം ആഗോളതലത്തിലെ ഷീകളെയും IS-നെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയുമാണ് പിൻപറ്റുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുയായികൾ നാടാന്തരം നടന്നുകൊണ്ട് വീട് കയറിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സൗഹൃദത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നവോത്ഥാന ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നേറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.